ചെയ്തത്. ഇതിന്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്റ്റോറി ഞങ്ങൾ തന്നെയാ നിങ്ങൾ തന്നെയാ ചെയ്തത്. അപ്പൊ ഇതിന്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ അറിയുന്ന ആൾക്കാരായിരുന്നോ അതോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഞങ്ങൾക്ക് അറിയായിരുന്നു. ഈ മൂവീസിൽ നേരത്തെ വർക്ക് ചെയ്ത പരിചയം വെച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ അവരെന്തായിരുന്നു അതിനു വേണ്ടി പറഞ്ഞത്? കാരണം ഇത് അഭിനയിക്കാം അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം അങ്ങനെയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് ഓൾറെഡി ഞാൻ ചെയ്യുന്ന പടമാണെന്ന് പപ്പാനെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ആണോ അവരെയുന്ന പടമാണോ ആ കൊച്ചി ചെയ്യുന്ന പടമാണോ അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ. ഇപ്പോ ഈ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. അപ്പോ ഈ വീഡിയോസിൽ ചെയ്യുമ്പോഴേക്കും കണ്ടന്റ് ക്രിയേഷനിൽ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ട്രെൻഡ് അനുസരിച്ച് പോകണം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? ഉണ്ട്. വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഉള്ള ട്രെൻഡിനനുസരിച്ചാണ് കണ്ടന്റ് സെറ്റ് ആക്കണമെങ്കിൽ കുറച്ചും കൂടെ റീച്ച് കിട്ടും. അതൊക്കെ നോക്കി ആങ്കിളൊക്കെ നോക്കി അങ്ങനെ എല്ലാം നോക്കിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ എന്താ പറയുക, ഞാൻ ആദ്യമേ അൻസുന്റെ ഒരു വീഡിയോ ശ്രദ്ധിക്കണ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ശുഭദിനം അതിന്റെ ഒരു റീലാണ് ഫസ്റ്റ് ഞാൻ ശ്രദ്ധിക്കണേ. അത് അമ്മുമ്മയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്ത് നിക്കാന്ന് തോന്നണം അല്ലെ? അതെങ്ങനെയാ ആളെ പിക്ക് ചെയ്തത്? എങ്ങനെയാ? ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്. ഞങ്ങള് കണ്ടന്റ് എഴുതുന്നതിന്റെ കൂട്ടത്തില് ക്യാരക്ടർ ഏതാണ് ആർക്കാണ് നല്ലത് അങ്ങനെ നോക്കിയിട്ടാണ് എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുക്കുന്നത്.